ഹായ്, നമ്മളിപ്പോൾ പോളിടെക്നിക് വീഡിയോസിലെ ട്രിഗണോമെട്രീൻ്റെ ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ച് ട്രിഗണോമെട്രി ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അവർ ഞാൻ പറഞ്ഞ പോലെ കോംപ്ലക്സും ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈനും അതുപോലെ തന്നെ നമ്മുടെ ലിമിറ്റൊക്കെ നന്നായി പഠിക്കട്ടോ. ലിമിറ്റിൻ്റെ വീഡിയോസൊക്കെ പഴയ വീഡിയോ ആണ്, പുതിയത് ചെയ്തിട്ടില്ല. അത് നന്നായി പഠിക്കട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം ട്രിഗണോമെട്രിക്ക് വന്നാൽ മതി. അപ്പോൾ ഇതിൽ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നോക്കുന്നത്. ഞാൻ ഓൾറെഡി പഴയ വീഡിയോസിൽ കഴിഞ്ഞ വർഷത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിൽ ഞാൻ പ്രോബ്ലം ഡയറക്റ്റിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, ബേസ് പറയുന്നില്ലേ, ഡയറക്റ്റ് പ്രോബ്ലത്തേക്ക് പോവാണ്. അപ്പോൾ ആ വീഡിയോസ് കാണണേ, എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇഫ് കോസ് എ ഈക്വൽ ടു 1/2 cos A equal to 1/2 and A is in 4th quadrant. A എന്ന് പറയുന്നത് 4th quadrant ആണ്. ഫൈൻഡ് ഓൾ അതർ ട്രിഗണോമെട്രി റേഷ്യോസ് എന്നാണ്. 4th quadrant എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാഡ്രൻ്റ് ഇതാണ്, 1st, 2nd, 3rd, 4th. ഇവിടെ എല്ലാവരും പോസിറ്റീവാണ്. ഇവിടെ സൈന് പോസിറ്റീവ്, ഇവിടെ ടാൻ, ഇവിടെ കോസ് പോസിറ്റീവാണ്. കോസും സീക്കും പോസിറ്റീവാണ് 4th quadrant കേട്ടോ. മനസ്സിലായോ? സീക്ക് തീറ്റയും കോസും പോസിറ്റീവാണ്. അങ്ങനെ ഉള്ള ഈ ഒരു കോൺട്രാക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള ട്രിഗണോമെട്രി റേഷ്യോസ് കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ട് വീഡിയോസ് ഫസ്റ്റ് പഴയതുണ്ട്, ഒന്നും നോക്കട്ടെ. ഇപ്പോൾ എത്ര ഉണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോവാണ്. നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, അതിലിവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക, അതാണ് എ. ഇവർ തന്നിരിക്കുന്ന കാര്യം എന്താണ്? കോസ് എ ഈക്വൽ ടു 1/2 തന്നു. കോസ് എയുടെ വാല്യൂ നമുക്കിന്ന് തരുന്നു 1/2 തന്നിട്ടുണ്ട്. ഫൈൻഡ് ഓൾ അതർ ട്രിഗണോമെട്രി റേഷ്യോസ് ആണ്. ബാക്കിയുള്ള ട്രിഗണോമെട്രി റേഷ്യോസ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കോസ് എയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്നാണ്. കോസ് എ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. അത് 1/2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? ഇത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റാണിത്, ഓപ്പോസിറ്റ് സൈഡാണിത്. ഈ സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡ്ജസൻറ്റ് സൈഡ് എന്ന് വിളിക്കുന്നത്. അത് അവർ തന്നിട്ടുണ്ട്, 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഹൈപ്പോട്ടിനസ്, ഇതാണ് ഹൈപ്പോട്ടിനസ്. മനസ്സിലായ? ഹൈപ്പോട്ടിനസിനെ നമ്മൾ 2 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് 1ഉം ഇത് 2. അപ്പോൾ ഇനി ഓപ്പോസിറ്റ് സൈഡ് കിട്ടണം. ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് വേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ടിനസിൻ്റെ സൈഡ് സ്ക്വയറിൽ നിന്ന് അഡ്ജസൻറ്റിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. അഡ്ജസൻറ്റ് സൈഡിൻ്റെ സ്ക്വയർ കുറയ്ക്കുക, അതിൻ്റെ റൂട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ റൂട്ട് ഓഫ് 2² - 1². അപ്പോൾ റൂട്ട് 4 - 1 ഈക്വൽ ടു റൂട്ട് 3. അപ്പോൾ ഈ സൈഡ് നമുക്ക് കിട്ടി എത്രയാണ്? റൂട്ട് 3 ആണെന്ന് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എഴുതിക്കോളൂ. സൈന് എന്താണ്? സൈന് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. എന്താണ് സൈൻ എന്ന് വിളിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. ഓപ്പോസിറ്റ് റൂട്ട് 3, ഹൈപ്പോട്ടിനസ് 2. അപ്പോൾ റൂട്ട് 3/2. ഓക്കെ, ഇനി കോസ് ഓൾറെഡി തന്നിട്ടുണ്ട്. കോസയുടെ വാല്യൂ 1/2 നമ്മൾ എഴുതി. ഇനി എന്താണ്? ടാൻ എന്താ പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ്. ഇതിൻ്റെ ബേസ് ഞാനതാ പറഞ്ഞിട്ടോ. ബേസ് കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് കാണണേ, ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഡയറക്റ്റ് ഫോമിൽ പറയുന്നു കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഇതൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓപ്പോസിറ്റിൽ ആരാണ്? റൂട്ട് 3. അഡ്ജസൻറ്റിൽ 1 ആണ്. അപ്പോൾ ആൻസർ റൂട്ട് 3. അപ്പോൾ ഈ 3 നമ്മൾ കണ്ടുപിടിച്ചു. ഈ 3 റെസിപ്രോക്കലാണ് അടുത്ത 3. ആരാണ്? കൊസീക്ക് എ എന്ന് പറഞ്ഞാൽ 1/sin A. sin A തിരിച്ചിടുക, 2/√3. അടുത്തത് സീക്ക് എ 1/cos A. കോസിനെ തിരിച്ചിടുക, അപ്പോൾ എത്ര കിട്ടിയത്? 2/1. അടുത്തത് കോട്ട് എ എന്ന് പറഞ്ഞാൽ 1/tan A. tan A തിരിച്ചിടുക, അപ്പോൾ എത്ര വരും? √3 കിട്ടിയത് 1/√3 കേട്ടോ. ഇതാണ് 6 വാല്യൂസ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ 7 മാർക്ക് കിട്ടും. ഒരു കാര്യം കൂടി ഉണ്ട്, ഇവർ 4th ക്വാഡ്രൻ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. 4th ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് ആരൊക്കെയാണ്? കോസും സീക്കും പോസിറ്റീവാണ്. ബാക്കിയുള്ളതിനൊക്കെ മൈനസ് കൊടുക്കുക. അപ്പോൾ കോസിനും അവിടെ പ്ലസ് ആണ്, സീക്കിൻ്റെ അവിടെയും പ്ലസ്. ബാക്കിയുള്ള എല്ലാവർക്കും മൈനസ് എന്ന വാല്യൂ കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള വാല്യൂസിനൊക്കെ മൈനസ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 7 മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ എന്തിൽ പറയുന്നത്? കഴിഞ്ഞ വർഷം ചോദിച്ചത്, 2023 ചോദിച്ചത്. കുറച്ച് സ്പീഡായിട്ട് തോന്നിയിട്ടുണ്ടാവും, എങ്കിലും മറ്റേ വീഡിയോസ് കാണുക. ഞാൻ പറഞ്ഞില്ലേ, ട്രിഗണോമെട്രിയുടെ ഫസ്റ്റ് കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോസ് ഒന്ന് നോക്കിക്കൊള്ളണേ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ എടുക്കുകയാണ്.
എവിടെയാ സൈൻ എ ഈക്വൽ ടു 3/5 ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഫോമുല മാറ്റുന്നില്ല അടുത്ത ആൾക്കാരെ, എളുപ്പപ്പണി ചെയ്യാം, ഒന്നും വിചാരിക്കരുത്, സമയമില്ല, തീരെ സുഖമില്ല. അതുകൊണ്ട് സൈൻ എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. വാല്യൂസിൻ്റെ ഓക്കെ, സൈൻ എ ഈക്വൽ ടു 3/5. ഫൈൻഡ് കോസും ടാനും. സൈൻ എയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3/5. സൈൻ എ എന്ന് പറയുന്നത് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ബേസിക് ക്ലാസ് കഴിഞ്ഞ ക്ലാസ് കാണണേ, കഴിഞ്ഞ വർഷം എടുത്തതാണ്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസിനെയാണ് എന്ത് വിളിക്കുക? സൈൻ എന്ന് വിളിക്കുക. അതിന് നമ്മൾ എന്ത് കൊടുത്തു? 3/5 എന്ന് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ആരാണ്? 3. ഹൈപ്പോട്ടിനസിൻ്റെ അവിടെ 5ഉം കൊടുത്തു. അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് കിട്ടണം. മനസ്സിലായോ? അപ്പോൾ അഡ്ജസൻറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വലുതിൻ്റെ സ്ക്വയറിൽ നിന്ന്, അതായത് ഹൈപ്പോട്ടിനസിൻ്റെ സ്ക്വയറിൽ നിന്ന് ഓപ്പോസിറ്റിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. അപ്പോൾ 5² മൈനസ് 3². അപ്പോൾ 25 മൈനസ് 9 √16 4 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് 4. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എഴുതിക്കോളൂ. സൈന് കിട്ടിയില്ലേ? സൈന് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. അഡ്ജസൻറ്റ് സൈഡ് എത്രയും നോക്കുക? 4 അല്ലേ? 4/5. ടാൻ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ 3/4. ഇതുവരെ കാണാനേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് ചോദിക്കുകയാണെങ്കിൽ തിരിച്ചിട്ടാൽ മതി. ഇത് 5/3, ഇത് 5/4, ഇത് 4/3 കേട്ടോ. ഇത് ചോദിച്ചാൽ 7 മാർക്കാണ്. മറ്റേത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കുക, അത്ര വലിയ കുഴപ്പമില്ല കേട്ടോ. ഒന്ന് പഠിക്കുക, കേട്ടല്ലോ, ഒന്ന് പഠിക്കുക. ദെൻ വേറെന്താ? 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിർത്തുകയാണേ, കാരണം എല്ലാം കൂടി പ്രാന്താവണ്ട. കേട്ടല്ലോ, കഴിഞ്ഞ വർഷങ്ങളിലെ വീഡിയോസൊക്കെ നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ടീച്ചർമാർ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടാവില്ലേ, ആ നോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് എഴുതി പഠിക്കണേ. എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അടുത്ത വർഷം വീണ്ടും എഴുതി ജൂനിയേഴ്സിൻ്റെ കൂടെ പോയിരുന്ന് എഴുതി നാണക്കേടായതുകൊണ്ട് നമ്മൾ പിന്നെ പഴയ എക്സാം എഴുതാനും പോവില്ല. ഭയങ്കര കഷ്ടമായിരിക്കും കേട്ടോ. നാണക്കേട് തന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കുക കേട്ടല്ലോ. ചുമ്മാ എക്സാമിന് പോയിരുന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചിട്ട് പോരാതെ പഠിച്ച കാര്യങ്ങൾ പക്കയായിട്ടൊരു 5 ക്വസ്റ്റ്യൻ എഴുതുന്നുള്ളൂ. 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ ചിലപ്പോൾ എത്ര 7 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ എഴുതി 28 ജയിക്കാനുള്ള മാർക്കായിട്ടാ. ഒരു 25ൻ്റെ മുകളിലൊക്കെ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മളെ മോഡറേഷനൊക്കെ നൽകി നമ്മൾ ജയിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ പേപ്പർ നോക്കുന്ന ടീച്ചർമാരൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കാവുന്നേ ഉള്ളൂ. അതിൽ തോന്നിയത് എഴുതിക്കരുത് കേട്ടല്ലോ. നല്ല നീറ്റായിട്ട് പഠിച്ചിട്ട് എഴുതിക്കുക. ഓക്കെ, എങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ജയിക്കും. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റിനോട് കൂടി നമ്മൾ നിർത്തുകയാണേ. 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. കൊസീക്ക് തീറ്റ ഷോ ദാറ്റാണ്. ഇങ്ങനെ ഷോ ദാറ്റുള്ള ക്വസ്റ്റ്യനൊക്കെ അത് എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്യുക കേട്ടോ. കൊസീക്ക് തീറ്റ ബൈ കൊസീക്ക് തീറ്റ -1 പ്ലസ് കൊസീക്ക് തീറ്റ ബൈ കൊസീക്ക് തീറ്റ +1 ഈക്വൽ ടു 2 sec square തീറ്റ. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2015 സ്കീമിൻ്റെ നിങ്ങളെ സീനിയേഴ്സിൻ്റെ വീഡിയോസ് ഗ്രൂപ്പിൽ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അതിൽ ട്രിഗണോമെട്രി എടുത്തിട്ട് S1 മാത്സ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് സെമ്മിൽ മാത്സ്, അതിൽ ട്രിഗണോമെട്രി ഇത് ചെയ്യുക. അങ്ങനെ ട്രിഗണോമെട്രി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഓക്കെ. യെസ്, നമ്മളിപ്പോൾ LHS ഈക്വൽ ടു തുടങ്ങാം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ RHS എത്തിച്ചേരണം. അതാണ് നമ്മുടെ എയിം കേട്ടോ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കുമ്പോഴാണ് മനസ്സിലായത്. ന്യൂമറേറ്ററിൽ 2 എന്താണ്? കൊസീക്കല്ലേ. ന്യൂമറേറ്റർ 2 കൊസീക്കല്ലേ. അല്ലെങ്കിൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ കൊസീക്കിനെ പുറത്തെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് വരും? കൊസീക്ക് തീറ്റ ഇൻറ്റു കൊസീക്ക് തീറ്റ +1 പ്ലസ് കൊസീക്ക് തീറ്റ ഇൻറ്റു കൊസീക്ക് തീറ്റ -1 ഡിവൈഡഡ് ബൈ ഇതിങ്ങനെ. ഓക്കെ, കൊസീക്ക് തീറ്റ -1 ഇൻറ്റു കൊസീക്ക് തീറ്റ +1 ഇതിങ്ങനെ മൾട്ടിപ്ലൈ കേട്ടോ. അപ്പോൾ ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കൊസീക്ക് ഇൻറ്റു കൊസീക്ക് എന്താണ്? കൊസീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക്കിൻ്റെ 1 കൊസീക്ക് തീറ്റ പ്ലസ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കൊസീക്ക് തീറ്റ ബൈ കൊസീക്ക് തീറ്റ ഇത് വെട്ടിപ്പോയിട്ടാ. സോറി, അതല്ല, ബൈ കൊസീക്ക് സ്ക്വയർ തീറ്റ -1 സ്ക്വയർ. ഇത് A - B ൻ്റെ A + B എന്നുള്ള ഫോമായിട്ടാ. A² - B² ആയി.
അപ്പോൾ മൈനസ് കൊസീക് തീറ്റയും പ്ലസ് കൊസീക് തീറ്റയും വെട്ടി. ബാക്കി 2 പ്രാവശ്യം കൊസീക് സ്ക്വയർ ആണ്. അപ്പോൾ 2 കൊസീക് സ്ക്വയർ തീറ്റ ബൈ എന്താ പറയുക കൊസീക് സ്ക്വയർ തീറ്റ -1. അതായത് ഒരു റിസൾട്ടാണ് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ = 1. അപ്പോൾ കൊസീക് സ്ക്വയർ തീറ്റ = 1 + കോട്ട് സ്ക്വയർ തീറ്റ എന്നും കൊസീക് സ്ക്വയർ തീറ്റ -1 നമുക്ക് കോട്ട് സ്ക്വയർ തീറ്റ എന്നും വിളിക്കാം. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് എഴുതി കോട്ട് സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഇനിമ കിട്ടിയില്ലെങ്കിലും എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് അതാണ്ട് അടുത്ത സ്റ്റെപ്പിൽ എഴുതി വയ്ക്കുക. അതോടുകൂടി പ്രൂഫ് കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയില്ല എന്ന് വയ്ക്കുക. നമുക്കത് അറിയില്ലെങ്കിൽ ആൻസർ എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് അതാണ് എഴുതി വെച്ചോളൂ. ഓക്കെ. അപ്പോൾ ഇത് ചുമ്മാ എഴുതിക്കണമല്ല, ഇതൊന്ന് മാറ്റുകയാണ്. 2 × 1 / കോട്ട് സ്ക്വയറിന് നമ്മൾ കൊസീക് സ്ക്വയറിനെ ഇങ്ങനെ എഴുതിയേ സെപ്പറേറ്റ് ആക്കി എഴുതിയത്. കൊസീക് സ്ക്വയർ × 1 / കോട്ട് സ്ക്വയർ തീറ്റ കേട്ടോ. 2 × കൊസീക് സ്ക്വയർ എന്ന് പറയുന്നത് 1 / സൈൻ സ്ക്വയർ ആണ്. ഓക്കെ. × 1 / കോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റയാണ്. ഓക്കെ. അപ്പോൾ അതിൽ ഒരു സൈൻ സ്ക്വയറും വെട്ടി. അപ്പോൾ 2 × 1 / കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. 1 / കോസ് സ്ക്വയർ ആണെന്ത് സീക് സ്ക്വയർ തീറ്റ. പ്രൂഫായിട്ടാ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ RHS ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ. എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ എഴുതി വയ്ക്കാൻ അവസാനിപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക എത്രയാണ് നമ്മൾ ട്രിഗണോമെട്രിയിലുള്ളത്. ഇനി ട്രിഗണോമെട്രിയുടെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ CBSE 2015 സ്കീമിൻ്റെ അതിൽ കുറേ പോർഷൻസ് നിങ്ങൾക്ക് ഇല്ല എങ്കിലും ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട് ട്രിഗണോമെട്രിയുടെ. ആ വീഡിയോസ് ഇന്ന് കാണാം, എന്നിട്ട് എക്സാം എഴുതട്ടോ. ഓക്കെ. ബാക്കിയുള്ളവർ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ പറഞ്ഞ പോലെ കോംപ്ലക്സ് പഠിക്കുക. അതിനുശേഷം ലിമിറ്റ് എന്നുള്ള ടോപ്പിക് ഉണ്ട്, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്, അത് പഠിക്കുക. ദെൻ എന്താ പറയുക ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പഠിക്കുക. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം ട്രിഗണോമെട്രിക്ക് വന്നാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്നായി പരീക്ഷ എഴുതട്ടോ. ഓക്കെ. താങ്ക് യു. ബൈ ബൈ.